ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا إله إلا الله وحده لا شريك له واشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ജഗനിയന്താവും സംരക്ഷകനും പരിപാലകനും എല്ലാം നമുക്ക് നൽകി പ്രദാനം ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് റബ്ബിന് പ്രിയപ്പെട്ട രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തട്ടെ, ഉപദേശിക്കട്ടെ. പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിൽ അല്ലെങ്കിൽ അവസാന മണിക്കൂറുകളിൽ, അതിൽ തന്നെയും ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ പരിശുദ്ധ റമദാനിനെ പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഓട്ട മത്സരത്തിന്റെ എത്ര റൗണ്ടുകൾ ആ മത്സരത്തിനുണ്ടെങ്കിൽ പോലും ആ മത്സരാർത്ഥികളെല്ലാം അതിന്റെ വീറും വാശിയും കാണിച്ച് എല്ലാ തളർച്ചകളും മാറ്റിവെച്ച് അതിശക്തമായി ഓടുക അതിന്റെ അവസാന റൗണ്ടിലാണ്. ഒരു 90 മിനിറ്റ് ഫുട്ബോൾ മത്സരത്തിന്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ആവേശം നിറഞ്ഞ ഒരു കളിക്കാർ കാഴ്ചവെക്കുക അവസാന മിനിറ്റുകളിലാണ്. ഒരു പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന വിദ്യാർത്ഥി തുടക്കത്തിൽ എത്ര അലസമാണെങ്കിലും പരീക്ഷ അവസാനിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള നിമിഷങ്ങൾ പരീക്ഷാ പേപ്പറിലെ നേട്ടങ്ങൾക്ക് വേണ്ടി അവന്റെ നോട്ടങ്ങൾ അവ മാറ്റും. ഒരു എലക്ഷൻ നടക്കുമ്പോൾ അതിന്റെ മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയാലും അതിനും ഒരു കലാശക്കൂട്ടിന്റെ ദിവസം ഉണ്ടാവും. അന്ന് തീവ്രമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കും. പറഞ്ഞു വന്നത്, ഇതൊക്കെയും ദുനിയാവിൽ ലഭിക്കുമെന്നുറപ്പില്ലാത്ത, ഇനി ലഭിച്ചാൽ തന്നെയും തീരുമെന്ന് നമ്മൾക്ക് ഉറപ്പുള്ള ചില വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടങ്ങളാണ്. എങ്കിൽ നാം ഇപ്പൊ പ്രവേശിച്ചിട്ടുള്ളത്, നാം ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അള്ളാഹു നമ്മൾക്ക് കനിഞ്ഞു നൽകിയത്
ഒരിക്കലും തീരാത്ത, നഷ്ടപ്പെടാത്ത, നഷ്ടമാകാത്ത ലാഭം മാത്രം കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു അത്യപൂർവ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അലസമാക്കരുത്, അശ്രദ്ധമാക്കരുത്, അനാവശ്യമായ വ്യർത്ഥമായ കാര്യങ്ങളിൽ ഒരിക്കലും ഏർപ്പെടരുത്. ഈ മാസത്തെ സ്വഹാബാക്കൾ എങ്ങനെയാണോ അതിനെ യാത്രയാക്കിയത് അതേപോലെ യാത്രയാക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഒരു കറക്ഷൻ പീരീഡിലാണ് നമ്മൾ ഉള്ളത്. പരീക്ഷ അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കിയുണ്ടാവും. വിദ്യാർത്ഥി അവന്റെ പരീക്ഷാ പേപ്പറിലെ ഓരോ ഉത്തരങ്ങളും ഒരിക്കൽ കൂടെ ചെക്ക് ചെയ്യുന്ന പോലെ നൂല് കെട്ടിയല്ലോ, എല്ലാ ഉത്തരങ്ങൾക്കും അതിന്റെ ക്വസ്റ്റ്യന്റെ നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാം പരിപൂർണമാണല്ലോ എന്നുറപ്പ് വരുത്തുന്ന അതേ സൂക്ഷ്മതയോടെ അവനവന്റെ കർമ്മങ്ങൾ വിലയിരുത്താനും വിചിന്തനം ചെയ്യാനും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാനും നാം ആത്മാർത്ഥമായി സമയം കണ്ടെത്തേണ്ട നിമിഷങ്ങളിലാണ്, മിനിറ്റുകളിലാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ കൂടെയുള്ള പലരും ഇപ്പൊ നമ്മുടെ ഒപ്പം ഇല്ലല്ലോ പ്രിയരെ. നമ്മുടെ എത്ര പേരുടെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ്, എത്ര പേരെ ഇണകള് ഖബറിലാണ്, എത്ര പേരെ മക്കള് ഖബറിലാണ്, എത്ര പേരെ സഹോദരങ്ങളും സഹോദരിമാരും ഖബറിലാണ്. മഹാൻ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നു, വല്ലാഹി ലൗ ഖീല ലിൽ അഹ്ലിൽ ഖുബൂർ, ഖബറാളികളോടെങ്ങാനും പറയപ്പെടുകയാണ്, തമന്നൗ, നിങ്ങളൊന്ന് ആഗ്രഹിക്കൂ, നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്ന് അവരോട് പറയപ്പെട്ടാൽ അവരാഗ്രഹിക്കുക എന്റെ ഉമ്മയെ ഒന്ന് കണ്ടുവരണമെന്നല്ല. അവരാഗ്രഹിക്കുക ദുനിയാവിന്റെ ഏറ്റവും പളപളപ്പിൽ എനിക്കൊരു ദിവസം കഴിച്ചു കൂട്ടണമെന്നല്ല. അവരാഗ്രഹിക്കുക യൗമൻ മിൻ റമളാൻ, റമളാനിലെ ഒരു ദിവസമായിരിക്കുമെന്ന് മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു വെക്കുന്നു. പ്രിയരെ, പരിശുദ്ധ റമളാന്റെ സിംഹഭാഗത്തോളം കിട്ടിയവരാ നമ്മൾ. 28ാമത്തെ ദിവസം, 27ാമത്തെ ദിവസത്തിന്റെ പകല് നമ്മൾ ഇരിക്കുക. 28, 27 പകലുകൾ ലഭ്യമായവർ നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിക്കുക. നമ്മൾക്കിപ്പോ എന്താ ശരിക്ക് കിട്ടുന്ന അനുഭൂതി? നമ്മളിപ്പോ കേൾക്കേണ്ട ഒരു ശബ്ദം ശരിക്കുണ്ട്. ആ ശബ്ദം എന്താ? നാളെ സ്വർഗത്തിൽ റയ്യാൻ കവാടത്തിന്റെ അരികിൽ നിന്ന് റയ്യാൻ എന്ന നോമ്പുകാർക്ക് വേണ്ടി മാത്രം അല്ലാഹ് സ്പെഷ്യലാക്കി നിർമ്മിച്ച കവാടത്തിന്റെ അരികിൽ നിന്ന് പേര് വിളിക്കുമ്പോ ഒരു മഹാ ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ എന്ന രാജ്യത്ത് മലപ്പുറം എന്ന ജില്ലയിൽ എടവണ്ണ എന്നൊരു പഞ്ചായത്തിൽ കല്ലുടുമ്പ് എന്നൊരു ഗ്രാമത്തിൽ ഒരു കൂരയിലിരിക്കുന്ന നമ്മുടെ പേര് വിളിക്കോ? ഇതാണ് നമ്മൾ ശരിക്കും ഈ സമയത്തൊന്ന് ആലോചിക്കണ്ടേ. നമ്മൾക്ക് റമദാൻ വിട പറയുമ്പോ സന്തോഷാണോ സങ്കടാണോ സത്യസന്ധമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നണേ? എന്തിനാ നമ്മൾ സന്തോഷിക്കണ പ്രിയരെ? ഇനി ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കണ്ടല്ലോ, ഇഷ്ടമുള്ള പോയി ഹോട്ടലിലോ എവിടുന്ന് വെച്ചാ പോയി കഴിക്കാലോ എന്ന സന്തോഷാണോ? നിർത്തിവെച്ച പാപങ്ങളൊക്കെ ഇനി വീണ്ടും തുടങ്ങാമെന്ന സന്തോഷാണോ? ബക്കറ്റ് ലിസ്റ്റിൽ കുറെ എടുത്തു വെച്ച റമദാനിൽ നിർത്തിവെച്ച കുറെ സിനിമകളുണ്ട്, ആ തിയേറ്റർക്ക് പോകണം, അതൊക്കെ എനിക്ക് ഇനി ആസ്വദിച്ച് തീർക്കണം എന്ന് അനുഭവിക്കാമെന്ന സന്തോഷാണോ? താൽക്കാലികമായി ബ്രേക്കിട്ട തോന്നിവാസത്തിന്റെ അവിഹിതമായ ബന്ധങ്ങൾ പുനരാരംഭിക്കാമെന്ന സന്തോഷാണോ? അല്ലല്ലോ. അതല്ലല്ലോ നമുക്ക് വേണ്ടി, അതല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കണേ. ഈ റമദാനിൽ ഞാനും നിങ്ങളുമൊക്കെ നേടിയെടുത്തൊരു സൂക്ഷ്മത ജീവിതത്തിലുണ്ട്. വുളു എടുത്തപ്പോ പോലും, നോമ്പുകാരനായിരിക്ക പല്ലു തേച്ചപ്പോ പോലും ഒരിക്കലും എന്റെ ചിന്ത കൊണ്ടുപോലും എന്റെ ആത്മാവ് മലിനമായി കൂടാ, ഈ റമദാൻ എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്ന ആഗ്രഹത്തിൽ നമ്മൾ നിന്നവരാ. എങ്കിൽ റബ്ബിന് വേണ്ടി പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, വിശ്വാസികൾ അവർക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനെയാകും, അള്ളാഹുവിന്റെ തീരുമാനങ്ങളാകും. നമ്മൾ അടുത്ത വെള്ളിയാഴ്ച കുത്തുപടങ്ങുമ്പോ ഇതേപോലൊരു നിറഞ്ഞ സദസ്സി പള്ളിക്ക് ഉണ്ടാകുമോ? നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കും പ്രിയരെ, എന്തുകൊണ്ടാ കിട്ടാത്തേ? ചില ആളുകളെ പറ്റി റസൂലുള്ളാഹി പറയാം, ഒരാൾ നശിച്ചു പോകട്ടെ. ആരാണ് അയാൾ? ദഖല അലൈഹി റമളാൻ, റമളാനിൽ പ്രവേശിച്ചവൻ അവൻ നശിച്ചു പോകട്ടെ. റമളാൻ കിട്ടിയവൻ നശിക്കട്ടെ, മൂക്കുകുത്തി നരകത്തിൽ വീയട്ടെ. ആര്? സുമ്മൻ സലഹ ഖബ്ല അൻ യുഗ്ഫറ ലഹു,
അയാളിൽ നിന്ന് റമളാൻ വിട പറഞ്ഞു പോകുമ്പോഴും അയാളെ പാപം പുറത്തു കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ മൂക്കുകുത്തി നരകത്തിൽ വീഴട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയരെ, നമ്മൾ ആ കൂട്ടത്തിൽ പെടുമെന്ന് ആലോചിക്കി. ഈ കഴിഞ്ഞ 27 ദിവസം കൊണ്ട് ആലോചിക്കി, നമ്മുടെ പാപം പുറത്തു കിട്ടാൻ ഒരു ദിവസമെങ്കിലും നമ്മളൊന്ന് കരഞ്ഞോ, നമ്മളൊന്ന് ഒറ്റക്കിരുന്നോ പ്രിയരെ? അത്തായിബു മിനദ്ദംബി, പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നവൻ കമൻ ലാ ദംബലഹു, ഒരു പാപവും ചെയ്യാത്തവനെ പോലെയാ. നമുക്ക് ഇസ്തിഗ്ഫാറിന്റെ മഹത്വം അറിയാത്തോണ്ടാ? എന്നാ കേട്ടോളി. ഒന്ന്, ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, അല്ലാഹു വിശാലമായി പുറത്തെടുക്കുന്നവനാ. അല്ലാഹു പറ ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതോയ, ഭൂമി നിറയെ പാപങ്ങളുമായിട്ട് നീ എന്റെ അടുത്തേക്ക് വന്നാൽ, സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅ, എന്നിൽ ഒന്നും പങ്കു ചേർക്കാതെ കൂമ്പാരക്കണക്കിന് ആകാശഭൂമികൾ നിറയെ പാപവുമായിട്ട് എന്റെ അരികിലേക്ക് വന്നാലും ലഖൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, കൂമ്പാരമാകുന്ന എന്റെ പാപമോചനം കൊണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരും. നമ്മൾ അല്ലാഹുവിലേക്കൊന്ന് പശ്ചാത്തപിച്ചു മടങ്ങാൻ. വല്ലാഹു യുരീദു അയ്യതൂബ അലൈക്കും, അല്ലാഹ് പറയാ ഞാൻ ഉദ്ദേശിക്കണ്ടടാ, ഞാൻ ആഗ്രഹിക്കണ്ടടാ, എനിക്കിഷ്ടാണ് നിന്റെ പാപങ്ങൾ പുറത്തരാൻ ഞാൻ റെഡിയാ. പക്ഷെ തേടാൻ റെഡിയുണ്ടോ? ഒരുങ്ങാൻ റെഡിയുണ്ടോ? മാറാൻ തയ്യാറുണ്ടോ? തീരുമാനെടുക്കോ? ഇതാണ് അല്ലാഹുവിന്റെ ചോദ്യം. നമ്മളെ ദുനിയാവിലേക്ക് വന്നപ്പോഴേ നിഷ്കളങ്കമായ സലീമായ കുറ്റമറ്റ ഹൃദയം നമ്മൾക്കുണ്ടായിരുന്നു. തൂവെള്ള പേജ് പോലെ നിർമ്മലമായൊരു മനസ്സ് നമ്മൾക്ക് പടച്ചോൻ തന്നീനു പ്രിയരെ. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, നമ്മളെ കർമ്മങ്ങൾ കൊണ്ടത് മലിനായി. എന്നിട്ട് പടച്ചോൻ പറയാ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, നാളെ സമ്പത്തും മക്കളും ഉപകരിക്കാത്തൊരു ദിവസം വരുട്ടോ. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അന്ന് സലീമായ കൽബും കൊണ്ട് വരികയാണോ വിജയിക്കാന്നാ പറഞ്ഞേ. ആ കൽബ് സലീമാക്കാൻ അല്ലാഹ് തന്നതാ പ്രിയരെ ഈ മാസം. ഒരു മാസത്തെ ശുദ്ധീകരണ പ്രക്രിയന്റെ ഒടുവിലാ നമ്മളുള്ളേ. 27 ദിവസം കൊണ്ട് എവിടെയാ പ്രിയരെ ശുദ്ധീകരിക്കപ്പെട്ടേ? എത്ര നമ്മൾ അള്ളാഹിനോട് ഏറ്റുപറഞ്ഞ്, എവിടെ മനസ്സിൽ മാറ്റം? ഇവിടെ റമളാന്റെ മുമ്പുള്ള അതേ വൈകാരികത എപ്പോഴും ഇരിക്കുകയാണെങ്കിൽ പ്രിയരെ, നമ്മളെ മാറ്റാ ഇനി ഏത് റമളാനാ വരണ്ടേ? തുഹിബ്ബുൽ അഫ്വ, അള്ളാഹ്ക്ക് ഇഷ്ട പ്രിയരെ മാപ്പ് തരാന്നുള്ളേ. അള്ളാന്റെ ക്വാളിറ്റിയാ മാപ്പ് തരാൻ റബ്ബിന് ഇഷ്ട. എങ്കിൽ അള്ളാഹുലേക്കൊന്ന് മാപ്പ് ചെയ്യാൻ. ഒരു തെറ്റും ചെയ്യാത്ത റസൂലുള്ള ദിവസം 70 പ്രാവശ്യം കുറയാതെ ഇസ്തിഗ്ഫാറിനെ ചോദിച്ചു. നമ്മളോ? നമ്മളെ പറ്റി പറയും വയസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും, നിങ്ങളെ തൗബയാണോ ഇസ്തിഗ്ഫാറാണോ ധൈര്യം തരാം, ശക്തി തരാം, മനോധൈര്യം തരാം. തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് ആലോചിച്ച് നോക്കി, അയാൾക്കൊന്നിനും ആവേശം ഉണ്ടാവില്ല. അയാൾ ഒരു അലസനായി ആളുകൾക്കിടയിലേക്ക് പോലും അടങ്ങാൻ മടിച്ച് മനുഷ്യന്റെ മുഖത്തോക്കി സംസാരിക്കാൻ അറിയാത്ത, സ്വന്തത്തിലേക്ക് ഉൾവലിഞ്ഞ, ഒന്നിനും ഉഷാറില്ലാത്തൊരു മനുഷ്യനെ കാരണം പൂർണ്ണമായി തെറ്റിന് ജീവിക്കുന്ന മനുഷ്യൻ. എങ്കിൽ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമോ? നിങ്ങൾക്ക് തരാം, ശക്തി തരാം, കഴിവ് തരാം, പ്രാപ്തി നൽകാം എന്ന് അല്ലാഹ് പറയാം. പിന്നെയോ, മഴ വേണോ? ഇസ്തിഗ്ഫാറിനെ ചോദിക്ക്. മക്കളെ വേണോ? ഇസ്തിഗ്ഫാറിനെ ചോദിക്ക്. സമ്പത്ത് വേണോ? ഇസ്തിഗ്ഫാറിനെ ചോദിക്ക്. വിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹിലെ 10 മുതൽ 12 വരെയുള്ള ആയത്താ. ദീർഘമായിട്ട് പറയാനുള്ള സമയമല്ല. വിഷമം നീങ്ങും പ്രിയരെ. അഞ്ചാമതായിട്ട് മനസ്സിലാക്കി, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച വിഷമം നീങ്ങും, അള്ളാന്റെ ശിക്ഷ വരൂല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന കാലഘട്ടം അത്രയും അവർക്ക് ശിക്ഷയില്ല, അവരല്ലാഹ് പരീക്ഷിക്കൂല. പിന്നെയോ, നാളെ സ്വർഗം കിട്ടുന്ന വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവർ രാത്രി അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്ന മനുഷ്യരാൻ. ശരി, ഇസ്തിഗ്ഫാറിന്റെ മഹത്വം പഠിച്ച് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഇസ്തിഗ്ഫാറിന്റെ എത്ര പ്രാർത്ഥന അറിയും, എത്ര പ്രാർത്ഥന നമുക്കറിയും. സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെ ചൊല്ലി വൈകുന്നേരത്തിന് നമ്മൾ മരിച്ചാൽ നമുക്ക് സ്വർഗ്ഗം ഉറപ്പാ. വൈകുന്നേരം ചൊല്ലി രാവിലേക്കുമ്പോ നമ്മൾ മരിച്ചാൽ നമുക്ക് സ്വർഗ്ഗം ഉറപ്പാ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്നുള്ള പ്രാർത്ഥന എത്ര പേർക്ക് അറിയും പ്രിയരെ? അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ എത്ര പേർക്ക് അറിയും പ്രിയരെ?
നമ്മളെ ഗൗരവത്വം ആലോചിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 വട്ടം മനസ്സറിഞ്ഞ് പറഞ്ഞാൽ കടലിലെ നുരയോളം പാപമുണ്ടെങ്കിലും പടച്ചോൻ പുറത്ത് റെഡിയാ. 5 മിനിറ്റ് മാറ്റിച്ചാൽ ഞമ്മക്ക് ചൊല്ലാൻ എണ്ണ നേരണ്ടോ? നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കാതെ പ്രിയരെ ഒന്ന് ഗൗരവത്തിലാലേക്ക് എത്ര സമയം നമ്മൾ ഒഴിഞ്ഞിരിക്കല്. ഇപ്പൊ നമ്മുടെ പള്ളിനെ പറ്റി പ്രധാനപ്പെട്ട പരാതി എന്താ അറിയോ? നമസ്കാരം കഴിഞ്ഞാൽ ഫുള്ള് വർത്താനാണ്. ഇവിടെ വന്ന് ദിക്ർ ഒന്നും ഒഴിഞ്ഞിരിക്കാൻ നേരല്ല. ഇനി ഇശാന്റെ മുമ്പ് സ്ത്രീകൾ പള്ളിക്കലാണെങ്കിൽ ഇശാന് നിസ്കരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ഗുണാവുമ്പോ അസഹ്യമായ ശബ്ദം കല്യാണപ്പെരീക്ക് എന്ന മാതിരിയാ എന്ന് നമ്മളെ പള്ളിനെ പറ്റി പറയണേ. അവനാന്റെ നാട്ടർത്താനം പറയാനുള്ള സ്ഥലമല്ല പ്രിയരെ പള്ളി. അയലോക്കക്കാരെ കുറ്റം പറഞ്ഞ സ്ഥലമല്ല പ്രിയരെ പള്ളി. ദുനിയാവിന്റെ വിഷയം ചർച്ച ചെയ്യാനുള്ള ഇടമേ അല്ല പള്ളി. ഇത് ദീനുമായി സംസാരിച്ചിരിക്കേണ്ട, ദീനുമായി ബന്ധപ്പെട്ട അവനാന്റെ ഇബാദത്തിനുള്ള സ്ഥല, ആരാധനക്കുള്ള സ്ഥല, പ്രാർത്ഥിച്ചിരിക്കാനുള്ള സ്ഥല, ദീന് പഠിക്കാനുള്ള സ്ഥല. ശരി, ആലോചിക്കും. റമളാനാകുന്ന മാന്യമായ ഒരു അതിഥി നമ്മുടെ കൂടെ വന്നിട്ട് നമ്മൾ ആ അതിഥിയെ കൊണ്ട് എത്രമേൽ നേട്ടമുണ്ടാക്കി എന്ന് ആലോചിക്കും. നമ്മുടെ ഹൃദയത്തിൽ റമളാൻ മൂലമുണ്ടായ സത്ഫലങ്ങൾ എന്താണെന്ന് ആലോചിക്കും. നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും റമളാൻ ഉണ്ടാക്കിയ മാറ്റം എന്താണെന്ന് ആലോചിക്കും. നമ്മുടെ പൂർവ്വസൂരികൾ റമളാന്റെ വിടവാങ്ങലിനെ വേദനയോടെ നോക്കിക്കണ്ടു. അവർ റമളാന്റെ അവസാനങ്ങളിൽ അള്ളാഹുവിനോട് നിറകണ്ണുകളോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? റബ്ബനാ തഖബ്ബൽ മിന്നാ. എങ്ങനെ പ്രാർത്ഥിച്ചു? പിടയാർന്ന ഹൃദയങ്ങളോടുകൂടി, പിടയുന്ന കൽബോടുകൂടി പറഞ്ഞു. സ്വീകരിക്കുമോ എന്ന ഭയം അവർക്കുണ്ടായി. 6 മാസക്കാലം ഈ പ്രാർത്ഥന അവർ മുന്നോട്ട് പോയി. പ്രിയരെ, നമ്മളെ ഗൗരവത്തിലൊന്ന് ആലോചിക്കും. എത്ര ചെയ്തു എന്ന് ആലോചിക്കുക. സുലൈഖ സ്വഹാബാക്കൾ അടിക്കുന്ന ചോദിക്കുക, നിങ്ങളൊക്കെ വിശ്വാസികളാണോ? നിങ്ങളൊക്കെ വിശ്വാസികളാണോ ചോദിച്ചു. സ്വഹാബാക്കൾ ആദ്യം മൗനം പാലിച്ചു. ഉമർലാൻ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, റസൂലേ ഞങ്ങൾ വിശ്വാസികളാണ്. പ്രവാചകൻ അടുത്ത ചോദ്യം, മാ അലാമത്തു ഈമാനിക്കും, എന്നാ നിങ്ങളുടെ ഈമാൻ അടയാളം എന്താ? നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ ഈമാന്റെ അടയാളം എന്താ? അതിൽ പറഞ്ഞു, നഷ്കുറു അലർ റഹാ, ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ, അതിനൊക്കെ ഞങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. വനസ്ബിറു അലൽ ബലാ, ഞങ്ങളുടെ പരീക്ഷണങ്ങൾ ഞങ്ങൾ ക്ഷമ കൈകൊള്ളുന്നുണ്ട്. വനർളാ ബിൽ ഖളാ, അല്ലാഹുവിന്റെ തീരുമാനങ്ങളിൽ ഞങ്ങൾ തൃപ്തിപ്പെടുന്നുണ്ട്. യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനൂന വറബ്ബിൽ കഅബ, കഅബ രക്ഷിതാവാണേ സത്യം, നിങ്ങൾ വിശ്വാസികൾ തന്നെ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സന്തോഷം, നോമ്പുകാരന് കിട്ടുന്ന രണ്ടാമത്തെ സന്തോഷം ഉണ്ടല്ലോ, അള്ളാനെ കണ്ടുമുട്ടാനുള്ള സന്തോഷം. ഈ നോമ്പോട് നമുക്കത് കിട്ടുമോ പ്രിയരെ? ഈ റമളാൻ വിട പറഞ്ഞു പോകുമ്പോ ഞാൻ ഇപ്പം മരിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗമുണ്ട് എന്ന് പറയത്തക്കവണ്ണമുള്ളൊരു ഈമാൻ സംഭരിക്കാൻ നമുക്ക് പറ്റിയോ? നമ്മള് റമളാനോണ്ട് ശരിക്ക് പഠിച്ചൊരു പാഠെന്താ? ലളിതമായിട്ട് മനസ്സിലാവും. പരലോക ജീവിതത്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് റമളാൻ നമ്മളെ ഓരോരുത്തരും പഠിപ്പിച്ചിരിക്കണേ. നമ്മളെ അഡ്ജസ്റ്റ് ചെയ്തു, ദീനല്ല ദുനിയാവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഒരു മാസം നോമ്പ് തുറന്ന് ക്ഷീണം ഉണ്ടായിട്ടും ക്ഷീണം മാറ്റി വെച്ച് 11 റക്അത്ത് തറാവിക്ക് നമ്മൾ വന്നു. നമ്മൾ ക്ഷീണം അഡ്ജസ്റ്റ് ചെയ്തു. ക്ഷീണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഉറക്കം വന്നിട്ടും നമ്മൾ ഇന്നലെ രാത്രിയും കഴിഞ്ഞ രാവുകളിലും ഒക്കെ പള്ളിയിൽ ഉറക്കം മാറ്റി വെച്ച് ഖുർആൻ ഓതി നമ്മൾ ഉറക്കം അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ ഉണ്ടാക്കിയ പൈസയിൽ നിന്ന് ഇന്ത്യന്റെ ഭൂഖണ്ഡം, ഇന്ത്യ രാജ്യത്തുനിന്ന് എല്ലാ സംസ്ഥാന മനുഷ്യന്മാര് പിരിവിന് വന്നപ്പോഴും നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മുടെ ആവശ്യം മാറ്റി വെച്ച് അത് മറന്ന് നമ്മൾ അകമഴിഞ്ഞു കൊടുത്തു. നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ ആവശ്യം നമ്മൾ മാറ്റിച്ചു കൊടുത്തു. പിശാചിനെ നമ്മൾ ഒഴിവാക്കി ദീനിന് വേണ്ടി നമ്മൾ ഇറങ്ങി. അതിശക്തമായി നമ്മളെ ദുനിയാവിലെ നമ്മുടെ തിരക്ക് മാറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയായി. അള്ളാഹ് പറയാ, എനിക്ക് നിങ്ങളെ ഇഷ്ടാട്ടോ. അള്ളാഹുവിന് വേണ്ടി സമയം മാറ്റി വെച്ചവരെ, അള്ളാഹുവിനോട് തൗബ ചെയ്തവരെ, അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ നടത്തിയവരെ, എനിക്ക് നിങ്ങൾ ഇഷ്ടാനിട്ടോ എന്നല്ല പറയാം. പരലോക ജീവിതത്തിന് ദുനിയാവിനേക്കാളും പ്രാധാന്യം കൊടുത്ത റബ്ബിന് ഇഷ്ടാ. ഇനി പ്രിയരെ, ഈ ഒരു മാസം കഴിഞ്ഞാൽ പിശാചിന്റെ ബന്ധനം തീരും. പിശാച് നമ്മൾക്കിടയിലേക്ക് സംഹാരതാണ്ഡവം ആടും. പിശാചിനറിയും നമ്മൾ കുറച്ച് സ്ട്രോങ് ആണെന്ന് പിശാചിനറിയും. ഒരു ഫുട്ബോൾ മാച്ച് നടക്കുമ്പോൾ ഓപ്പോസിറ്റ് ടീമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരുണ്ടെങ്കിൽ അയാൾ എല്ലാ കളിയും കോച്ച് നിരീക്ഷിച്ച് നമ്മുടെ കളിക്കാർക്ക് പറഞ്ഞു കൊടുക്കും, അവൻ അങ്ങനെ ഡിഫെൻഡ് ചെയ്യണം, അവൻ എങ്ങനെ ക്രോസ് ചെയ്യണം. പിശാചിന് ആദം നബി മുതലുള്ള മനുഷ്യന്മാരറിയും.
നമ്മളെ വീക്ക് പോയിന്റ് ഏതാന്ന് പിശാച് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മളെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ ആ പിശാച് നമ്മളെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുമ്പോ പ്രിയരെ നിന്നൊടുക്കാൻ നിൽക്കരുത്. റമദാനിൽ ബാങ്ക് കേട്ട് ജമാഅത്തിന്റെ 10 മിനിറ്റ് 150 റുപ്യേന്റെ ലാഭം ഒഴിവാക്കിയിട്ട് ജമാഅത്തിന് എത്തിയോല നമ്മള് റമദാൻ കഴിഞ്ഞാലും പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കും. 150 റുപ്യ ലാഭം പ്രതീക്ഷിച്ച കടിയിരുന്ന പ്രിയരെ 150 ആർക്കാ? നമ്മളെ മക്കൾക്കും നമ്മളെ പെണ്ണും കൂടി ഞമ്മക്ക് കിട്ടൂല. ആ 150 തൽക്കാലം പോട്ടെ, പടച്ചോനടുത്ത് പോയി സംസാരിച്ച് ചോദിക്കാം, അള്ള തരും എന്ന ഈമാനില് പള്ളിക്ക് ഇനിയും വരാൻ പറ്റുന്നോർത്താ പ്രിയരെ വിജയം. പലിശയുമായിട്ട് പൂർണ്ണമായിട്ട് മാറി നമ്മൾ ഇനി റമദാൻ കഴിഞ്ഞാൽ പിറ്റേന്ന് എല്ലാ തോന്നിയാസങ്ങളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ തോറ്റു. അള്ളാഹ് പറയാ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, പക്ഷേ അവര് ദുനിയാവിന് പ്രാധാന്യം കൊടുത്തു. നമ്മൾ ഈ ഒരു മാസം കൊണ്ട് ചെയ്തെന്താ? സത്യത്തിൽ റമദാനിൽ അള്ളാഹുവിന്റെ സ്വർഗ്ഗാണ്, ദീനാണ് വലുത് മനസ്സിലാക്കിയ നമ്മൾ, ദുനിയാവ് നിസ്സാരമാണ് മനസ്സിലാക്കിയ നമ്മൾ റമദാൻ കഴിഞ്ഞിട്ട് വീണ്ടും ദുനിയാവ് കറങ്ങി. അള്ളാഹ് പറയാ ഓൽക്ക് അത് അറിഞ്ഞിട്ടും ഒരു ദുനിയാവിന് പ്രാധാന്യം കൊടുത്തു. വലാഖിറത്തു ഖൈറും വഅബ്ക, പക്ഷെ പരലോകമായിരുന്നു അവർക്ക് ഏറ്റവും നല്ലത് നിലനിൽക്കുന്നതെന്ന് ഖുർആൻ പഠിപ്പിക്കുക. ഓരോ റമദാനും പ്രിയരെ സ്മാരകാവണം. 4 കാര്യങ്ങൾ നമ്മൾ റമദാനോട് തീരുമാനിച്ചിട്ട് റമദാനെ യാത്രയാക്കിയാൽ മതി. 4 കാര്യം. അതിലൊന്ന്, ജീവിതത്തിൽ എന്തു വന്നാലും ഞാൻ നമസ്കാരം ഒഴിവാക്കുകയില്ല എന്ന് നമ്മൾക്ക് ഈ റമദാനോട് പ്രഖ്യാപിക്കാൻ പറ്റണം പ്രിയരെ. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇത്ര സന്തോഷമുള്ള ഒന്നായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു റബ്ബേ. അതുകൊണ്ടാ ക്യാമ്പസിൽ നിന്ന് പലപ്പോഴും ഒഴിവാക്കി, അതുകൊണ്ടാ പണിന്റെ അടിയിൽ കുറെ തിരക്കപ്പെട്ടപ്പോ ഒഴിവാക്കി. പക്ഷെ ഈ ഒരു മാസം കൊണ്ട് ഞാൻ ആ ബന്ധം മനോഹരാക്കി മനസ്സിലാക്കി റബ്ബേ, ഇനി എന്റെ ജീവിതത്തിൽ എന്തു വന്നാലും, എന്നെ കെട്ടിയിട്ടാലും, ഞാൻ രോഗിയായാലും യാത്രക്കാരനായാലും നമസ്കാരം മുറുകെ പിടിക്കും റബ്ബേ എന്ന പ്രഖ്യാപനം നമ്മൾക്ക് ഉണ്ടാകണം പ്രിയരെ. എന്റെ കച്ചവടത്തിന്റെ തിരക്കിൽ ഞാൻ നമസ്കാരം ഒഴിവാക്കൂല റബ്ബേ എന്ന് പ്രഖ്യാപിക്കാൻ പറ്റണം. 2, നമ്മളെ പലരും ഖുർആന്റെ ഖത്തം പല ആവർത്തി തീർത്തോരാ. ശരി, ആ ഖുർആൻ നമ്മൾ വായിച്ചു, നമ്മുടെ മക്കൾ പഠിച്ചു, കുടുംബസമേതം ഖുർആനില്ല. രാത്രി ഒരുപാട് മക്കൾ നമ്മുടെ പള്ളികളിൽ ഇരിക്കുന്നുണ്ടാവും, നല്ലതാ, ഖൈറ. പക്ഷെ റമദാൻ കഴിഞ്ഞാലും അവനാന്റെ മക്കളുടെ കയ്യിൽ ഖുർആൻ ഉണ്ട് എന്ന് ശ്രദ്ധ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. നമ്മളെ വീട്ടിൽ നിന്ന് എന്ന് നമ്മൾ ഖുർആന്റെ പാരായണം നിർത്തോ പ്രിയരെ, അന്ന് നമ്മുടെ വീട്ടിൽ പിശാച് കയറും, അന്ന് നമ്മുടെ വീട്ടിൽ ലഹരി തുടങ്ങും, അന്ന് നമ്മുടെ വീട്ടിൽ പലിശ തുടങ്ങും, അന്ന് നമ്മുടെ വീട്ടിൽ അവിഹിതമായ ബന്ധങ്ങൾ തുടങ്ങും, അന്ന് മക്കളെ കൊണ്ടുള്ള എല്ലാ പൊറുതിമുട്ടും നമ്മുടെ വീട്ടിൽ ആരംഭിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായൊരു ബോധ്യ വിഷയത്തിൽ നമ്മൾക്ക് ഉണ്ടാകണം. എല്ലാരും ഒരുമിച്ച് വിശുദ്ധ ഖുർആന്റെ പഠിതാക്കളായിട്ട് മാറണം ഈ റമദാനുണ്ട്. 3-മത്തെ വായിഖലഹു, കുടുംബത്തെ ഇന്നേൽപ്പിച്ചല്ലോ. നമ്മൾ ഒരുമിച്ച് അത്താഴം കഴിച്ചല്ലോ, ഒരുമിച്ച് നോമ്പുറന്നല്ലോ, എല്ലാരും ഒരുമിച്ചൊരു ബന്ധം ഉഷാറായി വരുന്നുണ്ടല്ലോ, എല്ലാരും ജമാഅത്തും ജുമുഅ കൃത്യമായിട്ട് പള്ളിക്ക് കുടുംബത്തോടെ വരെ ആവേശം കാണിക്കണ്ടല്ലോ. ശരി, അതേ നമ്മുടെ മക്കൾ റമദാന്റെ ശേഷവും പള്ളിയിൽ വരണം. അത് കുട്ടികളും ശ്രദ്ധിക്കണം, രക്ഷിതാക്കളും ശ്രദ്ധിക്കണം, നമ്മളും നമ്മുടെ മരക്കളും ഒക്കെ പള്ളിയിൽ വരണം. അങ്ങനെ വന്നാൽ അള്ളാഹ് അവരെ ഹൃദയത്തിൽ 100 കൊടുക്കും പ്രിയരെ. അകക്കണ്ണോട് ജീവിതത്തെ നോക്കിക്കാണാൻ അവർക്ക് പറ്റും. പിന്നെ എവിടേക്ക് നമ്മളെ മക്കളെ പഠിക്കാൻ വിട്ടാലും ജോലിക്കിട്ടാലും എന്റെ കുട്ടിയുടെ ഉള്ളിൽ ഞാൻ പ്രകാശം ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്റെ റബ്ബിന്റെ നൂർ അവന്റെ ഉള്ളിലുണ്ട്, എനിക്ക് എന്റെ കുട്ടിയെ കുറിച്ച് പേടിയില്ല. ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായിട്ട് ഹൃദയബന്ധം സ്ഥാപിച്ചെടുക്കാൻ 4-മതായിട്ട് നമുക്ക് പറ്റണം. വന്നിരുന്ന പോലെ ഇവിടെ അള്ളാഹ് ദിക്ർ ചൊല്ലി ഇരുന്നത് പോലെ, ഖുർആൻ പൂർത്തീകരിച്ചത് പോലെ, പ്രാർത്ഥിച്ചിരുന്നത് പോലെ റമദാൻ കഴിഞ്ഞാലും ഈ പള്ളിയായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകണം. ഇത് നമ്മളെ പള്ളിയാകണം. അവനാന്റെ പോക്കറ്റിന്ന് പള്ളിപ്പിരി വരുമ്പോ മനസ്സറിഞ്ഞു കൊടുക്കണം. ഇതിന്റെ ലൈറ്റിൽ, ഇതിന്റെ ഫാനിൽ, ഇതിന്റെ മുസല്ലയിൽ, ഇതിന്റെ പരിപാലനത്തിൽ, ഇതിന്റെ മാസാമാസം ഇതിന്റെ മുഅദ്ദിനും എല്ലാവർക്കുള്ള ശമ്പളത്തിൽ ഒക്കെ എനിക്കൊരു വിഹിതമുണ്ട്, ഇത് ഇന്ത്യയും കൂടി പള്ളിയാ എന്ന് അവനാന്റെ മനസ്സിൽ ഒരു വികാരം വരണം. നന്മകളിൽ മുന്നേറണം, എങ്കിൽ സന്തോഷിക്കാം. അപ്പൊ നമുക്ക് പറയാം, മൻ സോമ റമദാന ഈമാൻ വഹ്തിസാബൻ ഉഫിർ ലഹു മാ തഖദ്ദമ മിൻ ദംബി. എന്റെ റമദാനിന് എനിക്ക് എന്റെ പാപം പുറത്തു കിട്ടും, എന്റെ രാത്രി നമസ്കാരം കൊണ്ട് പാപം പുറത്തു കിട്ടും എന്ന മനസ്സമാധാനത്തോടെ നമുക്ക് പറയാം.
റമദാൻ കഴിഞ്ഞാൽ 6 നോമ്പിന്റെ സുന്നത്ത്. മൻ സോമ റമദാന സുമ്മ അത്ബഉ ബിസിത്തിൻ മിൻ ശവ്വാൽ, ശവ്വാൽ 6 കൂടി റമദാന്റെ പുറമെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫകഅന്നമാ സോമ ദഹർ, ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുത്ത കൂലിയാവും. അതും കുടുംബത്തോടെ ഇരിക്കുക. നമുക്ക് പറ്റുമെങ്കിൽ എല്ലാ തിങ്കളും വ്യാഴം നോമ്പെടുക്കട്ടോ, അയ്യാം വീതുമ്പോ എടുക്കട്ടോ, അല്ലെ ഒരുമിച്ച് ഒറ്റടി കഴിയുമെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും ചെയ്യുന്ന പ്രവർത്തനത്തിൽ കുടുംബത്തെ കൂടെ കൂട്ടുക. ഇനി ചിന്തിക്കാൻ കുറെ സമയമില്ല പ്രിയരെ, അവസാനിപ്പിക്കുകയാണ്. പടച്ചോ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഖജനാവ് തുറന്നിട്ടിട്ട് പറഞ്ഞതാ, 30 ദിവസം ഞാൻ ഈ ഖജനാവ് തുറന്നിരും, 30 ദിവസത്തിന്റെ ഉള്ളിൽ എന്തും നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാം. ആ ഖജനാവിന് 2 ദിവസങ്ങൾക്ക് അപ്പുറം അടയും. പക്ഷെ 2 ദിവസം അതിന്റെ മുമ്പിൽ ഞാനും നിങ്ങൾ ഉണ്ടാവും, നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. 2 ദിവസം ബാക്കിയുണ്ട്, നമ്മൾ ഉറങ്ങാൻ പോവോ? ഈ 2 ദിവസം ഉറക്കം തൽക്കാലം കുറച്ച് കുറയ്ക്ക് പ്രിയരെ. ഈ 2 ദിവസം ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് നമ്മൾ പരിശ്രമിക്കും. അള്ളാഹിന്റെ മുമ്പിൽ സംസാരിച്ചിരിക്കാൻ, പ്രാർത്ഥിക്കാൻ, വിതുമ്പി പൊട്ടിക്കരയാൻ നമുക്ക് പറ്റണം. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കണം. അള്ളാഹ് ചെലവഴിക്കുന്നിടത്ത് പറഞ്ഞത് വൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾ ചെലവഴിച്ചോളി. എവിടുന്ന്? ഞാൻ തന്നീന്ന് കൊടുത്തോളി എന്ന് പറഞ്ഞേ, നിങ്ങൾ ഉണ്ടാക്കിന്ന് കൊടുത്തോളി എന്നല്ല, ഞാൻ തന്നീന്ന് കൊടുത്തോളി. കൊടുത്താലോ ദുനിയാവിൽ കുറെ രക്ഷയാ, അപകടം മരണത്തിന് രക്ഷപ്പെടും. ദാനം കൊടുക്കുന്നവനെ പടച്ചോൻ ദരിദ്രനാക്കൂല പ്രിയരെ. സക്കാത്ത് കൊടുക്കുന്നവൻ ദരിദ്രവാസി ആകൂല. ഉമർദാന്റെ കാലത്ത് മുഅദ്ദറുല്ലാഹി ഒരു രാജ്യത്തെ ഗവർണറാ. അദ്ദേഹം ഓരോ വർഷം ആദ്യ വർഷം സക്കാത്തിന്റെ പൈസയിൽ 1/3 ഭാഗം ഉമർദാൻ അയച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എന്തിനാ അങ്ങോട്ട് അയച്ചേ? അവിടേക്ക് തന്നെ കൊടുത്തോ, അവിടുത്തെ ആൾക്കാർക്ക് കൊടുത്തോ, അവിടുത്തെ ആൾക്കാർക്ക് പാവപ്പെടൽ കൊടുക്കേ. 2ാമത്തെ വർഷം 2 ഭാഗം അയച്ചു. അപ്പുറം വന്ന അദ്ദേഹം മറുപടി പറഞ്ഞു, 3ാമത്തെ സക്കാത്ത് പിരിച്ച പൈസ മുഴുവൻ അയച്ചു. മുഅദ്ദറുല്ലാഹി പറഞ്ഞു, ഇവിടെ സക്കാത്തിന് അവകാശമില്ല, എല്ലാരും സക്കാത്ത് തന്ന് എല്ലാരും സമ്പന്നരായിട്ട് മാറുക, അള്ളാഹ് ഇരട്ടിപ്പിച്ച് തരും. നമ്മൾ ദാനം കൊടുത്ത അള്ളാഹ് ദാനത്തെ വളർത്തി വലുതാക്കുന്ന ഖുർആനിലെ ഗ്യാരണ്ടി പറഞ്ഞ വിഷയമാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമുക്കൊരു അപകട മരണം, മുങ്ങിയ മരണം, നമ്മൾ ആക്സിഡന്റ് മരിക്കുക, അതൊന്നും ദാനം ചെയ്യുന്നവന് പറ്റൂല പ്രിയരെ. ഉള്ളറിഞ്ഞ് കൊടുക്കുന്നവരാണോ അള്ളാഹ് സഹായിക്കുമെന്ന ബോധ്യം ഉണ്ടാകണം. അള്ളാഹ് പറയാം, ഞാൻ നിങ്ങൾക്ക് തന്നീന്ന് കൊടുത്തോ, ഏതുവരെ? അഹദകുമുൽ മൗത്ത്, നിങ്ങളെ മരണം പിടികൂടുന്നതിന് മുമ്പ് നിങ്ങൾ കൊടുത്തോന്ന് പറഞ്ഞു. മരിക്കണ വരെ നിങ്ങൾ കൊടുക്കാം, പിന്നെ അത് അനന്തരം പോകും. പക്ഷെ അവനാന്റെ കയ്യിൽ നിന്ന് പാവപ്പെട്ടവന് കൊടുക്കേണ്ട നമ്മൾ കൊടുക്കണം. അന്ന് നിങ്ങളെ പറയും ഫയഖൂലു റബ്ബിർജിഊൻ, മടക്കണേ എന്ന് പറയും. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ എനിക്കൊരിത്തിരി സമയം കൂടെ ഒന്ന് തരി, കുറച്ചേരം കൂടെ റബ്ബെ ഒന്ന് താ. എന്തിനാ? എന്തിനാ? ഫസ്വദ്ദഖ്, ഞാൻ സ്വതക്ക കൊടുക്കട്ടെ എന്ന് പറയും. വകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളെ കൂട്ടത്തിലാകാന്ന് പറയും. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, ഒരാൾ അവധി വന്നാലും അതൊരു സെക്കൻഡ് നീട്ടൂല എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായി സജീവമായി ദഅവാരംഗത്ത് സ്വതക്കയുടെ ഭാഗത്തൊക്കെ ഒരു ആത്മാർത്ഥമായി നമുക്കിങ്ങനെ പറയാം, എന്നും പിരിവന്നെ, നമുക്ക് പടച്ചോപ്പ കൊടുക്കാനുള്ള ഭാഗ്യപ്രിയ തന്നേ. നാളെ നമ്മക്കത് വാങ്ങാനുള്ള നിർഭാഗ്യം നമ്മൾക്ക് തരാതിരിക്കാൻ ഉള്ളറിഞ്ഞ് കൊടുക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അർഹമുറാഹിമീനായ നാഥൻ ഈ പരിശുദ്ധ റമദാനിനെ എല്ലാ പൂർണ്ണമായ മനോഹരമായ ഒരവസ്ഥയിൽ റമദാനെ യാത്രയാക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത്. അതിലൊന്ന് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. റമദാൻ എന്ന ഒരു വലിയ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകി. പക്ഷെ നമ്മൾക്ക് തന്നെ അറിയാം, ഈ റമദാനിൽ എനിക്ക് ഒരുപാട് പോരായ്മകൾ, വീഴ്ചകൾ, അഭാവങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെയും അശ്രദ്ധ സംഭവിച്ചു പോയിട്ടുണ്ട്, നമ്മൾക്കറിയാം. ആ വീഴ്ചകൾക്കുള്ള പരിഹാരമാണ് സക്കാത്തുൽ ഫിത്ർ. പെരുന്നാൾ ദിവസം മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളും പട്ടിണി കിടക്കാതിരിക്കാനും അന്യരുടെ മുന്നിൽ പോയി കൈനീട്ടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാനും കൂടിയാണ്
ഇസ്ലാമിൽ സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയത്. അതാരാ കൊടുക്കണ്ടേ? പെരുന്നാൾ മാസപ്പിറവിക്ക് തൊട്ട് മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചാൽ പോലും ആ കുഞ്ഞിന്റെ സക്കാത്തുൽ ഫിത്റും കൊടുക്കണം. നമ്മുടെ നാട്ടിൽ നിശ്ചയിച്ചത് 100 രൂപയാണ്. പെരുന്നാൾ ദിവസം തങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളത് കഴിച്ച് കൈവശം മിച്ചം വരുന്നവരായ എല്ലാവരും സക്കാത്തുൽ ഫിത്ർ കൊടുക്കാൻ അവകാശികളാണ്. എല്ലാവരും കൊടുക്കണം. അത് പെരുന്നാളിന്റെ 1-2 ദിവസം മുമ്പാണ് കൊടുക്കേണ്ടത്. പെരുന്നാൾ ഖുതുബക്ക് ശേഷം കൊടുത്താൽ അത് സ്വതക്കയായിട്ട് മാത്രമേ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം കൊടുത്താൽ സ്വതക്കയുടെ ഗണത്തിലെ പെടൂ, സക്കാത്തുൽ ഫിത്ർ ആയിട്ട് പരിഗണിക്കൂല. ഇനി എന്താണ് സക്കാത്തുൽ ഫിത്ർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്? അത് ഓരോ നാട്ടിലെയും പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളാണ് സക്കാത്തുൽ ഫിത്ർ ആയിട്ട് കൊടുക്കേണ്ടത്. ഒരു സോഅ് എന്നത് ഒരു അളവ് പാത്രമാണ്. ഒരു സോഅ് നൽകണം എന്നാ പറയാ. ഒരു സോഅ് എന്നാൽ ഒരു സാധാരണ മനുഷ്യന് 2 കൈകൾ കൊണ്ടുള്ള ഒരു വാരൽ. ഈ വാരലിന് പറയുന്ന പേരാണ് ഒരു മുദ്. 4 മുദ്ദാണ് ഒരു സോഅ് എന്ന് പറഞ്ഞാൽ 2400 ഗ്രാം. 2 കിലോന് 400 ഗ്രാമും. അത് സമ്പത്തായിട്ടല്ല കൊടുക്കേണ്ടത്, പൈസയായിട്ടല്ല കൊടുക്കേണ്ടത്. പള്ളി കമ്മിറ്റിയിൽ പൈസ കൊടുക്കാം, വ്യക്തികൾക്കല്ല. വ്യക്തികൾ കൊടുക്കുമ്പോൾ അത് ധാന്യമായി തന്നെ കൊടുക്കണം. സാധാരണ ആ നാട്ടിൽ ആളുകൾ ഭക്ഷിക്കുന്ന ഭക്ഷണം എന്താണോ അതാണ് കൊടുക്കേണ്ടത്. സക്കാത്തുൽ ഫിത്ർ കൊടുക്കുക എന്നുള്ള നിർബന്ധവും സക്കാത്തുൽ ഫിത്റിന്റെ അരിക്ക് പ്രത്യേകിച്ച് ബർക്കത്തും കൂടി ഇല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളെ പേരെ ചാക്കിൽ 2 കിൻഡൽ അരി ഉണ്ടെങ്കിലും സക്കാത്തുൽ ഫിത്റിന്റെ അരിമ എന്തോ ഒരു ബർക്കത്ത് ഉണ്ട് കരുതി എല്ലാവരും നിർബന്ധപൂർവ്വം വാങ്ങാൻ നിൽക്കണ്ട. സക്കാത്തുൽ ഫിത്റിന്റെ അരി സക്കാത്തിന്റെ അവകാശികൾക്ക് തന്നെയാണ് അർഹതപ്പെട്ടത്. നമ്മളെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിയാൽ മതി. ഈ നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് കൊടുത്തേക്കാം, അന്യ സംസ്ഥാനത്ത് കൊടുത്താൽ അതിനൊന്നും ആവശ്യം. നമ്മുടെ നാട്ടിൽ അതിന് അർഹരില്ലെങ്കിൽ മാത്രം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ എമ്പാടും 30 അർഹരുണ്ട്, അവകാശികളുണ്ട്. നമുക്ക് വേണ്ട ഈ കമ്മിറ്റിനോട് പറയാം, അരി എനിക്ക് വേണ്ടട്ടോ, അത് അതിൽ പാവപ്പിള്ള കൊടുത്തോ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തോളും. അല്ലാതെ ആ അരിക്ക് പ്രത്യേകിച്ച് ബർക്കത്തുണ്ട് നമ്മൾ ആരും കരുതരുത്. പിന്നെ കൂട്ടത്തിൽ പറയാനുള്ള ഒരു വിഷയം കഴിഞ്ഞ ആഴ്ച അതിവേഗത്തിൽ പറഞ്ഞു പോയപ്പം വിശദീകരിക്കാൻ വിട്ടൊരു ഭാഗം പറയുകയാണ്. നമ്മള് സക്കാത്തിന്റെ പണം കൊടുക്കുന്ന 8 അവകാശികളിൽ ഫീ സബീല എന്ന് പറഞ്ഞ ഭാഗത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ, അതിന് പ്രത്യക്ഷമായ അർത്ഥവും പരോക്ഷ അർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു. പ്രത്യക്ഷമായ അർത്ഥം അത് ജിഹാദിന് വേണ്ടി കൊടുക്കലാണ്, യുദ്ധത്തിന് വേണ്ടി കൊടുക്കലാണ്. നമ്മുടെ നാട്ടിൽ യുദ്ധമില്ല, അതുകൊണ്ട് തന്നെ നമ്മളത് ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞ്. അതുകൊണ്ടാണ് അറബി കോളേജിനും അറബി കോളേജത്തെ കുട്ടികൾക്ക് സക്കാത്തിന്റെ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ അതിൽ കൂട്ടത്തിൽ നമ്മൾ പള്ളികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഏത് പള്ളിയെന്ന് വിശദീകരിക്കാൻ പെട്ടെന്ന് ആ പറഞ്ഞ ഫ്ലോയിൽ പറ്റിയിട്ടില്ല. അതായത് നമ്മുടെ നാട്ടിലെ പള്ളിക്കോ മദ്രസക്കോ സക്കാത്തിന്റെ പണം കൊടുക്കരുത്. അത് അവനാന്റെ പോക്കറ്റിൽ നിന്ന് അവനാന്റെ സമ്പത്തിന് എടുത്ത് കൊടുക്കേണ്ടതാണ്. മറിച്ച് ഒരു നാട് അവിടെ ഖുറാഫാത്താണ്, ശിർക്കാണ്, അവിടെ ദഅവത്ത് ചെയ്യാൻ ആളുകളില്ല, അവർക്ക് സാമ്പത്തികമായ വരുമാനങ്ങളില്ല, ആകെ കുറച്ച് കുടുംബങ്ങളെ ഉള്ളൂ എങ്കിൽ അവിടെ പള്ളി സ്ഥാപിക്കാൻ, അവിടെ ദഅവത്ത് നടക്കണമെങ്കിൽ വേറെ നിർവാഹമില്ലെങ്കിൽ ആ പള്ളിക്ക് വേണ്ടി എന്ത് ചെയ്യാം, സക്കാത്തിന്റെ പണം എടുത്ത് കൊടുക്കാം എന്നതല്ലാതെ നമ്മുടെ നാട്ടിലെ പള്ളിക്കോ മദ്രസക്കോ സക്കാത്തിന്റെ പണമായിട്ട് കൊടുക്കരുത്. പിന്നെ ഇങ്ങനെ കുറെ ആൾക്കാർക്ക് 590 ഗ്രാമാണോ 95 ഗ്രാമാണോ, ശരിക്കും അതിന്റെ കൃത്യമായ കണക്ക് പ്രകാരം 595 ഗ്രാമിനുണ്ടെങ്കിൽ കൊടുത്താൽ മതി തന്നെയാണ് പൂർണ്ണമായ പണ്ഡിത അഭിപ്രായം. എന്നാൽ 590 ഗ്രാം കൊടുത്തൂടെ? കൊടുക്കാം, ഒരു പ്രശ്നമല്ല. പക്ഷെ അതിലിങ്ങനെ ഒരു ഒസ്വാസ് കടന്നു വരേണ്ട വിഷയമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗം, ഖിയാമുൽ ലൈൽ ഇങ്ങനെ ഭയങ്കര ചർച്ചയായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അറിഞ്ഞു. ശരി, ചില ആൾക്കാർ തറാവി നിസ്കരിച്ച് അതിന്റെ പുറമെ രാത്രി 2 മണിക്ക് പിന്നെ ഖിയാമുൽ ലൈലിനും പാടെ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ആലോചിക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നമസ്കരിച്ചത് 11 റക്അത്താണ്. റമളാനിലായിക്കോട്ടെ അല്ലാത്ത സമയത്തായിക്കോട്ടെ 11 ദിവസം നിസ്കരിക്കാൻ സമയമുണ്ടായിരുന്നല്ലോ. റസൂലിന് വേണമെങ്കിൽ നിസ്കരിക്കാൻ രാത്രി ദീർഘമായ സമയം ബാക്കി ഉണ്ടായിരുന്നല്ലോ. പ്രവാചകൻ അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തർക്കുഹു അസുന്ന, ആ അത്തരം 11ന്റെ പുറമേക്ക് നമ്മൾ നമസ്കരിക്കുന്ന ഉപേക്ഷിക്കലാണ് സുന്നത്ത് എന്ന ബോധ്യം നമ്മുടെ അടുത്ത് ഉണ്ടാകുക. അള്ളാന്റെ റസൂലിന്റെ മേലേക്ക് ഏത് പണ്ഡിതൻ എന്ത് പറഞ്ഞാലും അതിന് യാതൊരു പ്രാധാന്യം ഇല്ല മനസ്സിലാക്കുക. മാസാമാസം സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാർ മാസാമാസം സക്കാത്ത് കൊടുക്കുന്ന സിസ്റ്റം ഇസ്ലാമികമായിട്ടില്ല. ഇനി അങ്ങനെ സൂക്ഷ്മതന്റെ പേരിൽ കൊടുത്ത തെറ്റല്ല. പക്ഷെ അയാൾക്ക് എന്താ പ്രശ്നം വെച്ചാൽ ഇങ്ങനെ മാസം കൊടുത്താലും
അയാളെ ബക്കറ്റിൽ അവസാനം ബാക്കിയാകുന്ന പണത്തിൽ നിസാബ് എത്തിയ പൈസ അയാൾ വീണ്ടും ഇതിന്റെ 2% എക്സ്ട്രാ കൊടുക്കേണ്ടി വരും എന്ന ബോധ്യം കൂടെ അയാൾ മനസ്സിലുണ്ടാകുക. പിന്നെ നിധിയുടെ സക്കാത്ത് പറഞ്ഞപ്പോ 40 എന്നാ പറഞ്ഞ 20% മനസ്സിലാക്കുക. ഫ്ലോയിൽ പോയതാണ്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ പെരുന്നാൾ വിശ്വാസിയുടെ ആഘോഷമാണ് മുമ്പിലേക്ക് വരുന്നത്. ആ ആഘോഷം ഒരു ആർഭാടമോ അനാചാരമോ ആക്കി മാറ്റുന്ന ഒരു അവസ്ഥ ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകരുത്. പെരുന്നാൾ ഇബാദത്താണ്. ആ ഇബാദത്തിന്റെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിലൊന്ന് കുളിക്കുക എന്നുള്ളതാണ്. നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, സുഗന്ധം പൂശുക, ഔറത്ത് മറയുന്ന വസ്ത്രമാകണം ധരിക്കണ്ടേ. നമ്മൾക്കറിയാം റമദാന് കൊണ്ട് നേടിയെടുക്കേണ്ടത് തഖ്വയാണ്. എന്താണ് തഖ്വ? അള്ളാഹുവിനെ അനുസരിക്കാൻ മനസ്സു പാകപ്പെട്ടു കിട്ടലാണ് തഖ്വ. അള്ളാഹനെ മറക്കുക എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവമായ ശിക്ഷയാണ് എന്ന ബോധ്യമുണ്ടാകലാണ് തഖ്വ. ചെയ്യുന്ന തെറ്റ് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഞാൻ അത് ചെയ്താൽ ഞാൻ ധിക്കരിക്കുന്നത് പടച്ച റബ്ബിനെയാണ് എന്ന് മനസ്സിലാക്കലാണ് തഖ്വ. ശരി പ്രിയപ്പെട്ട യുവാക്കളെ, വിദ്യാർത്ഥികളെ, അവനാ പെരുന്നാളിന് വേണ്ടി വാങ്ങിയ പാന്റ്, നമ്മുടെ നാട്ടിലെ ട്രെൻഡ് ബാഗ് ആണെങ്കിലും എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും നമ്മൾ ധരിക്കുന്ന വസ്ത്രം, ചില ആൾക്കാരുടെ വിചാരം ഷൂ കൊണ്ട് നെരിയാണി മറിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പാന്റ് നിലത്തേക്കാണ് ചൂലാക്കാന്ന. അല്ല, നമ്മൾ പൊക്കിടുന്നിടുന്ന വസ്ത്രം, ആ വസ്ത്രത്തിന്റെ നീളം നെരിയാണി വരെ മാക്സിമം പാടുള്ളൂന്ന. നെരിയാണി കാണണം. ഞാൻ കണ്ടാലും ഇല്ലെങ്കിൽ ഷൂട്ട് നെരിയാണി മറിഞ്ഞാലും ആ പാന്റ്, ആ തുണി അത് നെരിയാണി വരെ പാടുള്ളൂ. നെരിയാണിക്ക് താഴേക്ക് വലിച്ചിട്ടാ കുഴപ്പമൊന്നുമില്ല. ആകെ ഒരു പ്രശ്നം രണ്ട് നെരിയാണി വിട്ട് താഴേക്ക് ഇറങ്ങിയ ഡ്രസ്സ് നരകത്തില. അവനാ 1 മാസം കൊണ്ടുണ്ടാക്കിയ ചൈതന്യം ഒരൊറ്റ ഡ്രസ്സുമ്മ കൊണ്ടുപോയിട്ടാണ് തീർക്കുകയാണെങ്കിൽ പ്രിയരെ അതീവ ഗൗരവക വിഷയമാണ്. നിങ്ങൾ ബാഗ് ഇട്ടോളി, ഒരു കുഴപ്പം. നെരിയാണി മുറിച്ച് കട്ട് തിടാൻ പറ്റുമോ? നിങ്ങൾ ഇട്ടോളി. അള്ളാഹനെ ധിക്കരിക്കുക എന്നുള്ളത് നാട്ടാര് ലോകം മുഴുവൻ ചെയ്താലും അത് തെറ്റാന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകണം. നമ്മുടെ ട്രെൻഡ് തീരുമാനിക്കണ്ടേ ഏതെങ്കിലും സിനിമയല്ല പ്രിയരെ, ഏതെങ്കിലും ഫാഷൻ ഡിസൈനർ അല്ല പ്രിയരെ. എന്റെ റബ്ബ് പറഞ്ഞ നിയമമാകണം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആത്മാർത്ഥമായ ബോധ്യം ഉണ്ടാകണം. അവനാന്റെ മക്കൾക്ക് പെരുന്നാൾ കുപ്പായ എടുക്കാൻ ഡ്രസ്സിന് പൈസ എടുക്കും, ബാപ്പ പറയണം ഇസ്ലാമികമായ വേഷദാനങ്ങാനും ഇടാതെ ഇന്റെ പൈസ ഹറാമിന് ചെലവാക്കിയ ബാക്കി ഇവരായിരുന്നു ബാപ്പാക്ക് പറയാൻ തന്റെ ഇടം വരാത്ത കാലത്തോളം പ്രിയരെ മക്കൾ ഇതിൽ നമ്മൾ പരിവർത്തനം അല്ലാതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. 2 തക്ബീർ ചൊല്ലുക. ഇത് ആഗ്രഹിക്ക് വരുമ്പോ ചെറിയ പെരുന്നാളിന് എന്തെങ്കിലും കഴിച്ചിട്ടാണ് വരേണ്ടത്. ബലിപെരുന്നാൾ ഒന്നും കഴിക്കാതെയാണ് വരേണ്ടത്. കഴിച്ചു വരുന്ന വിഷയങ്ങളിൽ കാരക്കയാണ് ഏറ്റവും ഉത്തമം. അതന്നെയും ഒറ്റയായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ തക്ബീർ ചൊല്ലുക. മാസപ്പിറവി കണ്ടത് മുതൽ പെരുന്നാൾ നമസ്കാരം ആരംഭിക്കുന്നത് വരെയാണ് തക്ബീർ ചൊല്ലേണ്ടത് എന്ന് മനസ്സിലാക്കുക. ബലിപെരുന്നാളാണെങ്കിൽ അത് ദുൽഹിജ്ജ 13 അസർ വരെ നമ്മൾക്ക് ചൊല്ലാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. സ്ത്രീകളെയും കൊണ്ടുവരണം. ഈദ്ഗാഹാണ് നമ്മൾക്ക് 7 മണിക്കാണ് നമസ്കാരം പറഞ്ഞത്. മുസല്ലയുമായിട്ട് വരിക. ശ്രദ്ധിക്കേണ്ട വിഷയം, പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പോ ശേഷോ ഒരു സുന്നത്തുസ്കാരം ഇല്ല, ഒരു സുന്നത്തുമില്ല. കൂട്ടത്തിൽ പറയാനുള്ള വിഷയമാണ്. നമ്മൾ അല്പം അങ്ങനെ ഇത്തികാഫിരിക്കുന്ന ആൾക്കാരെ കാരണം മഗ്‌രിബിന് പള്ളി വന്ന് ഇരിക്കുന്നുണ്ടാവും. മഗ്‌രിബ് കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഇശാഇന് മുഅദ്ദിൻ ബാങ്ക് കൊടുത്താൽ ചില ആൾക്കാരൊക്കെ പാടെ എണീറ്റ് നിസ്കരിക്കും. അതേതാണ് നിസ്കാരം നിങ്ങൾക്ക് അറിയണം. ഇശാഇന്റെ മുമ്പ് റവാത്തിബ് സുന്നത്തില്ല. പിന്നെ ഏതാ ഉള്ളത്? എല്ലാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ 2 റക്അത്ത് ഉണ്ട്. പക്ഷെ നിസ്കരിക്കുന്നവൻ അറിയണം ഞാൻ ഇതാണ് നിസ്കരിക്കണേന്ന് അറിയണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നീയത്തിന്റെ അടിസ്ഥാനത്തിലെ കർമ്മത്തിന് പ്രതിഫലം ഉണ്ടാകുള്ളൂ എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ശരി, സ്ത്രീകൾ പള്ളിയിൽ മാസമുള്ള ആളുകൾ പോലും ഈദ്ഗാഹിലേക്ക് വരണം. പ്രാർത്ഥനയിലും ഖുത്ബയിലും പങ്കാളികളാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച വിഷയമാണ്. ഭക്ഷണം കഴിക്കലല്ല പെരുന്നാൾ, മറിച്ച് അതൊരു മനസ്സിന്റെ ധന്യത. കൂടെ ഞാൻ നമസ്കരിക്കപ്പെട്ടതിന്റെ, തഖ്വ കൈവരിച്ചതിന്റെ, അള്ളാഹുമായി അടുത്തതിന്റെ, ഈമാൻ സംഭരിച്ചതിന്റെ ആഘോഷമാക്കി നമ്മൾക്ക് പെരുന്നാൾ മാറ്റണം. പറ്റുമെങ്കിൽ നടന്ന് വരിക, നേരത്തെ വരിക, തിരിച്ചു പോകുമ്പോൾ വേറെ വഴിക്ക് വീട്ടിലേക്ക് പോവുക, കാണുന്ന മനുഷ്യരോടൊക്കെ സലാം പറയാ. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, നിങ്ങളും ഞാനും ചെയ്ത കർമ്മങ്ങൾ അള്ളാഹ് സ്വീകരിക്കട്ടെ എന്ന് ഉള്ളു തട്ടി പറയാം. കൂടാതെ ഈ ഈദ്ഗാഹിനെ നമ്മുടെ ഈദ്ഗാഹിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നമസ്കാര ശേഷം ഗവൺമെന്റ് ആഹ്വാന പ്രകാരം ലഹരി വിരുദ്ധ പ്രതിജ്ഞയും കൂടെ ഉണ്ടായിരിക്കും. യുവാക്കളെ സാധാരണ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഐസ്ക്രീമോ മിഠായിനൊക്കെ നടത്താം. ഒരു മൊത്തത്തിൽ അനാചാരങ്ങളില്ലാത്ത, അത് അതിര് കവിയാത്ത മാനസികമായ സന്തോഷം നൽകുന്ന ആനന്ദം. കുട്ടികൾ പാട്ടുപാടിക്കോട്ടെ, കുട്ടികൾ അവരുടെ രസങ്ങളൊക്കെ നടത്തിക്കോട്ടെ. അതൊക്കെയും ദീനിൽ നിന്നുകൊണ്ടാകാൻ പ്രത്യേകമായ ശ്രദ്ധ നമ്മൾക്കുണ്ടാകണം. അർഹമുറാഹിമീനായ നാഥൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനും കേട്ടത് പ്രാവർത്തികമാക്കാനും മനസ്സിലാക്കുവാനും
അത് എല്ലാവരും ഇതിലും അത് പ്രാവർത്തികമാക്കാനും അത് കൊണ്ടടക്കാനുമുള്ള തൗഫീക്ക് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ നാഥ, നിന്റെ പരിശുദ്ധമായ റഹ്മത്ത് കൊണ്ട് മാത്രം ഈ റമദാനിലേക്ക് പ്രവേശിച്ചവരാണ് ഞങ്ങൾ. നീയാണ് ഞങ്ങൾക്ക് അതിന് അവസരം നൽകിയത് റബ്ബേ. ഈ റമദാനിൽ ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നീ കണക്കില്ലാത്ത പ്രതിഫലമാക്കി ഞങ്ങളെ രേഖപ്പെടുത്തണമേ നാഥ. ഈ റമദാന് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ ഗഫൂറായ റഹ്മാനായ നാഥ, അർഹമുറാഹിമീനായ നാഥ. ഈ റമദാനിൽ പോലും ഞങ്ങളുടെ കൂട്ടത്തിൽ തീരെ സുഖമില്ലാത്ത മനുഷ്യരുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്നവരുണ്ട്. അവരുടെ രോഗങ്ങൾ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ അവരിൽ നിന്ന് മാറ്റിക്കൊടുക്കണമേ നാഥ. ഞങ്ങളുടെ ആരുടെ ആമീനാണ് സ്വീകരിക്കുക എന്നറിയില്ല റബ്ബേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആമീൻ അവരുടെ രോഗങ്ങൾക്ക് ശമനമാക്കി നൽകണമേ റഹ്മാനെ, അർഹമുറാഹിമീനായ നാഥ. ഈ റമദാനിൽ ആരോഗ്യം കുറഞ്ഞതിന്റെ പേരിൽ ഒരു നോമ്പ് പോലും എടുക്കാൻ പറ്റാതെ മനസ്സ് പിടഞ്ഞവരുണ്ട് നാഥ. അവർക്ക് ഈ റമദാന്റെ എല്ലാ പുണ്യവും നീ രേഖപ്പെടുത്തി കൊടുക്കണമേ റഹ്മാനെ, അർഹമുറാഹിമീനായ നാഥ. ഈ റമദാന് കൊണ്ട് ഞങ്ങൾ നിലനിർത്തിയ എല്ലാ തഖ്വയും ഈ വർഷമുടനീളം അടുത്ത റമദാൻ വരേക്കും നിലനിർത്തുവാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ സമ്പത്തിലുണ്ടാകുന്ന കുറവുകൾ, ഞങ്ങളുടെ സാമ്പത്തികമായ പ്രതിസന്ധികൾ, ഞങ്ങളുടെ കടഭാരങ്ങൾ എല്ലാം അറിയുന്നവനെ, എല്ലാം നികത്താൻ ശേഷിയുള്ളവനെ, ഖദീറായ നാഥ, ഞങ്ങൾക്ക് നിന്റെ ഔദാര്യം നൽകി ഞങ്ങളെ നീ സഹായിക്കണമേ റഹ്മാനെ. ഞങ്ങളെ സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും പരീക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയുണ്ടാക്കി തരണമേ റഹ്മാനെ, അർഹമുറാഹിമീനായ നാഥ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് നൽകണമേ റഹ്മാനെ, അർഹമുറാഹിമീനായ നാഥ. നിന്റെ ഖുർആൻ നാളെ എതിരാകാത്ത, ഖുർആൻ അനുകൂലമായി സംസാരിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നാഥ, അവരെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെങ്ങാൻ കബറിൽ അദാബിലാണെങ്കിൽ അവർക്ക് നീ രക്ഷ നൽകണമേ റഹ്മാനെ. അവർക്ക് സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങൾ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. നാളെ ഞങ്ങളുടെ മരണാനന്തര ജീവിതം ഏറ്റവും സംശുദ്ധീകരിച്ചുകൊണ്ട് മുസ്ലിമായി മുഅ്മിനായി മുവഹിദായി മരിക്കുവാനുള്ള തൗഫീക്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. നാളെ ഒരു ഭാഗം നരകത്തിലേക്കും മറ്റൊരു ഭാഗം സ്വർഗത്തിലേക്കും പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم كن لاهل فلسطين عونا ونصيرا اللهم احرس اهل فلسطين بعونك التي لا تنام اللهم انصر اهل فلسطين وثبت اقدامهم اللهم انصر اخواننا في فلسطين اللهم اجعل لاهل فلسطين النصرة والعزة والعلبة والقوة والهيبة اللهم حرر مسجد الاقصى واشف مرضاهم وتقبل شهداءهم برحمتك يا أرحم الراحمين اللهم انصر ضعفهم فإنهم ليس لهم سواك اللهم رد إلينا فلسطين والمسجد الأقصى ردا جميلا اللهم اجعلنا ممن يقوم رمضان ويصومه إيمانا واحتسابا اللهم اجعل شهر رمضان شهر عزا للإسلام وللمسلمين اللهم اجعل صيامنا في رمضان صيام الصائمين وقيامنا قيام القائمين اللهم اجعلنا في رمضان من المستغفرين التائبين اللهم أعنا على ذكرك وشكرك وحسن عبادتك يا مجيب الدعاء ويا مقيل العثرات ويا قاضي الحاجات اقض حاجاتنا وفرج كرباتنا وارزقنا من حيث لا نحتسب اللهم بارك لنا في ديننا وبارك لنا في مالنا وبارك لنا في صحتنا استغفر الله لي ولنا ولوالدينا ولأرحامنا ولكل من قال لا إله إلا الله اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو كريم تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا
نسألك الجنة ونعوذ بك من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.